എല്ലാവരും ഫലസ്തീൻ ജനതയ്ക്കൊപ്പം എന്ന തലക്കെട്ടിലാണ് 3 ദിവസം നീളുന്ന മാനവിക സമ്മേളനം നടക്കുക. നിരവധി അന്താരാഷ്ട്ര സംഘടനകളും പ്രാദേശിക സന്നദ്ധ സംഘടനകളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫലസ്തീൻ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിയുള്ള പുനർനിർമ്മാണത്തിനാണ് സമ്മേളനം ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകരായ ഖത്തർ ചാരിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ونعتقد أن هذه احتياجات أساسية موجودة عند إخواننا في فلسطين، ولذلك عملية التشاركية وعملية التبادل الخبرات وعملية التكامل فيما بين المؤسسات هذه. പതിറ്റാണ്ടുകൾ നീണ്ട ഇസ്രായേൽ അധിനിവേശം മൂലം പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമാകും ആദ്യ പരിഗണന നൽകുക. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ സമാപന ദിവസം ഫലസ്തീനി കലാകാരന്മാരുടെ തനത് കലാരൂപങ്ങളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ഗസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തിനായി ഖത്തർ ചാരിറ്റി മാത്രം ഇതിനകം 90 ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത്. ദോഹയിൽ നടക്കുന്ന മാനവിക സമ്മേളനം ഈ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് ഖത്തർ ചാരിറ്റിയുടെ പ്രതീക്ഷ. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ.